വെൽക്കം ടു ഇംഗ്ലീഷ് എഡ്യു ഹെൽപ്പ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചീഫ് സിയാറ്റിലിൻ്റെ സ്പീച്ചാണ്. ചീഫ് സിയാറ്റിലിൻ്റെ പ്രസംഗം എക്കാലവും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യന് ഒരു മുന്നറിയിപ്പാണ്. അദ്ദേഹം തൻ്റെ പ്രസംഗം നടത്തിയിട്ട് 170 വർഷത്തോളമാകുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തെ കാണിക്കുവാൻ ഇതിലും മികച്ച വാക്കുകൾ ഉണ്ടാകാനിടയില്ല. ആദ്യം നമുക്ക് ഈ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. ഏകദേശം AD 1600 കൂടിയാണ് അമേരിക്കയിലേക്ക് യൂറോപ്യൻസിൻ്റെ കുടിയേറ്റം ആരംഭിക്കുന്നത്. പിന്നീട് ധാരാളം വെള്ളക്കാരെത്തുകയും അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ് റെഡ് ഇന്ത്യൻ ട്രൈബ്സിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയുമാണ് ഉണ്ടായത്. 1786 ജനിച്ച് 1866 മരണമടഞ്ഞ റെഡ് ഇന്ത്യൻ വംശജനാണ് ചീഫ് സിയാറ്റിൽ. അദ്ദേഹത്തിൻ്റെ പേരിനെ പറ്റി കൃത്യമായ വിവരങ്ങളൊന്നും തന്നെയില്ല. എങ്കിലും ഇംഗ്ലീഷിൽ സൗകര്യപൂർവ്വം അദ്ദേഹത്തെ വിളിച്ചത് സിയാറ്റിൽ എന്നായിരുന്നു. ഇന്നത്തെ വാഷിങ്ടണിൽ വസിച്ചിരുന്ന സുക്വാമിഷ്, ഡുവാമിഷ് ഗോത്രങ്ങളുടെ തലവനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് സിയാറ്റിൽ നഗരത്തിന് ആ പേര് നൽകിയത്. അമേരിക്കയുടെ 14ാമത്തെ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ പിയേഴ്സ് സുക്വാമിഷ്, ഡുവാമിഷ് ഗോത്രങ്ങളുടെ മേഖല ഉൾപ്പെടുന്ന നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസ് ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സിയാറ്റിലിന് ഒരു കത്തയക്കുന്നു. സൂപ്രിൻറ്റൻഡൻറ്റ് ഓഫ് ഇന്ത്യൻ അഫയേഴ്സ് ആൻഡ് ഗവർണർ ഫോർ ദ സ്റ്റേറ്റ് ഓഫ് വാഷിങ്ടൺ ആയിരുന്ന ഐസക് ഐ സ്റ്റീവൻസ് ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് 1854 മാർച്ച് 11 ഒരു മീറ്റിംഗ് വിളിക്കുന്നു. ഈ മീറ്റിങ്ങിലാണ് ചീഫ് സിയാറ്റിൽ ഈ സ്പീച്ച് നടത്തിയതെന്നും അതല്ല 1854 ജനുവരിയിലാണെന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ചീഫ് സിയാറ്റിൽ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഷയായ ലുഷൂട്ട്സീഡിലാണ്. അപ്പോൾ തന്നെ അത് കച്ചവടത്തിന് ഉപയോഗിച്ചിരുന്ന ചിനൂക്ക് ജാർഗൻ എന്ന ഭാഷയിലേക്കും അതിൽ നിന്നും ഇംഗ്ലീഷിലേക്കും തർജ്ജിമ ചെയ്യുകയാണ് ഉണ്ടായത്. ഈ സ്പീച്ചിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന രേഖ 1887 ഒക്ടോബർ 29 സിയാറ്റിൽ സൺഡേ സ്റ്റാറിൽ പബ്ലിഷ് ചെയ്ത ഡോക്ടർ ഹെൻറി സ്മിത്ത് എഴുതിയ ആർട്ടിക്കിളാണ്. ഈ സ്പീച്ചിൻ്റെ പല വേർഷൻസും ഇന്ന് ലഭ്യമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഷൻ്റെ ചുരുക്കമൊന്ന് പരിശോധിക്കാം. സ്വന്തമല്ലാത്ത ഒന്നിനെ എങ്ങനെ നമുക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കും? ഈ ആകാശവും മണ്ണിൻ്റെ ചൂടും വായുവിൻ്റെ കുളിർമയും വെള്ളത്തിൻ്റെ തിളക്കവും ഞങ്ങളുടെ സ്വന്തമല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ഞങ്ങളോട് ഇവയൊക്കെ വാങ്ങും? ഈ ഭൂമി നിങ്ങൾക്ക് വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല, കാരണം അത് ആരുടെയും സ്വന്തമല്ല. ഞങ്ങൾക്ക് ഈ ഭൂമി പാവനമാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളതിനെ ബഹുമാനിക്കുന്നു. ഭൂമിയും ഞങ്ങളുമായി വളരെ ആഴത്തിലുള്ള ബന്ധമാണുള്ളത്. മരണത്തോടു കൂടി പോലും ആ ബന്ധം അവസാനിക്കുന്നില്ല. ഇവിടെയുള്ള ജീവനുള്ളവയായാലും ജീവനില്ലാത്തവയായാലും എല്ലാം ഒരു കുടുംബത്തിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വാഷിങ്ടണിലെ ഗ്രേറ്റ് ചീഫ് പറയുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഞങ്ങൾക്ക് ഈ മണ്ണ് വിട്ടു നൽകുവാൻ സാധിക്കില്ല. ഇവിടുത്തെ നദികളിലും അരുവികളിലും ഒഴുകുന്ന ജലം ഞങ്ങളുടെ പൂർവികരുടെ രക്തമാണ്. ഈ തടാകങ്ങളുടെ തിളക്കം പറയുന്നത് ഞങ്ങളുടെ വംശത്തിൻ്റെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവയെയൊക്കെ ബഹുമാനിക്കുവാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടതാണ്. വെള്ളക്കാരന് ഞങ്ങളുടെ രീതികൾ മനസ്സിലാകില്ല, കാരണം ഭൂമി അവന് വെറും കച്ചവട വസ്തു മാത്രമാണ്. സ്വന്തം അച്ഛൻ്റെ കുഴിമാടവും മക്കളുടെ ജന്മാവകാശവും എല്ലാം അവൻ മറക്കുന്നു. ഒരു സ്ഥലം മരുഭൂമിയാക്കിയിട്ട് അവൻ അടുത്ത സ്ഥലത്തേക്ക് തിരിയുന്നു. വെള്ളക്കാരൻ്റെ സിറ്റികൾ ഞങ്ങളുടെ കണ്ണുകളെ വേദനിപ്പിക്കുന്നു. ചിലപ്പോൾ ഞങ്ങൾ കാട്ടാളന്മാരായതുകൊണ്ട് ഇതൊന്നും മനസ്സിലാകാത്തതായിരിക്കാം. പ്രകൃതിയുടെ മനോഹരങ്ങളായ ശബ്ദങ്ങളും കാഴ്ചകളും ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ അതെന്ത് ജീവിതമാണ്? ഞാൻ ഒരു റെഡ് ഇന്ത്യൻ ആയതുകൊണ്ട് എനിക്ക് വെള്ളക്കാരൻ്റെ രീതികളൊന്നും മനസ്സിലാകില്ല. ഈ വായു ഞങ്ങൾക്ക് അമൂല്യമാണ്, കാരണം എല്ലാവരും ഒരേ വായുവാണ് പങ്കുവെക്കുന്നത്. നിങ്ങൾ ഈ സ്ഥലം പരിപാവനമായി കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്കും ഇവിടുത്തെ മധുരമായ കാറ്റിനെ രുചിച്ചു നോക്കുവാൻ സാധിക്കും. ഈ പ്രദേശത്തെ ജന്തുക്കളെ സ്വന്തം സഹോദരന്മാരെ പോലെ കാണണം. ഞങ്ങൾക്ക് മറ്റ് രീതികൾ അറിയില്ല. ജന്തുക്കളൊക്കെ നശിച്ചാൽ പതിയെ മനുഷ്യനും നശിക്കും. ഈ മണ്ണ് ഞങ്ങളുടെ പൂർവികരുടെ ചാരമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളതിനെ ബഹുമാനിക്കണം. ഭൂമി നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. ഭൂമിക്ക് എന്തു തന്നെ സംഭവിച്ചാലും ഭൂമിയുടെ മക്കൾക്കും സംഭവിക്കും. മനുഷ്യൻ ഭൂമിയിലേക്ക് തുപ്പിയാൽ അവൻ സ്വയം തുപ്പുകയാണ്.
ഭൂമി നമുക്ക് സ്വന്തമല്ല, എന്നാൽ നമ്മൾ ഭൂമിക്ക് സ്വന്തമാണ്. ജീവിതത്തിൻ്റെ വല നെയ്തത് മനുഷ്യനല്ല, അവൻ അതിലെ വെറുമൊരു കണ്ണി മാത്രമാണ്. വെള്ളക്കാരന് ദൈവം അവൻ്റെ സുഹൃത്തായിരിക്കാം, എങ്കിലും വിധി എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഒരിക്കൽ അവൻ മനസ്സിലാക്കും നമ്മുടെയെല്ലാം ദൈവം ഒന്നു തന്നെയാണെന്ന്. ദൈവത്തിന് റെഡ് മാനോടും വൈറ്റ് മാനോടും ഒരേ വാത്സല്യമാണുള്ളത്. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഈ ഭൂമിയെ ഉപദ്രവിക്കുന്നത് ആരു തന്നെയായാലും ദൈവനിന്ദയാണ്. വെള്ളക്കാരും നശിക്കും. അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്നുള്ള പോലെയാകാം അവരിപ്പോൾ എല്ലായിടത്തും ആധിപത്യം സ്ഥാപിക്കുന്നത്. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ആർക്കറിയാം? ഈ വിധി നിഗൂഢത നിറഞ്ഞത് തന്നെയാണ്. പ്രകൃതിയും ജന്തുക്കളും നശിപ്പിക്കപ്പെടുന്നു. ഇത് ജീവിതത്തിൻ്റെ അവസാനമാണ്, അതിജീവനത്തിൻ്റെ തുടക്കവും. അമേരിക്കൻ ഗവൺമെൻറ് തങ്ങൾ താമസിക്കുന്ന പ്രദേശം ആവശ്യപ്പെട്ടപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ചീഫ് സിയാറ്റിൽ ഈ പ്രസംഗം നടത്തുന്നത്. ഈ പ്രസംഗത്തിൽ പല ആളുകളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ വരുന്നൊരു പരാമർശമാണ് ദ ഗ്രേറ്റ് ചീഫ് ഇൻ വാഷിങ്ടൺ എന്നത്. ശരിക്കും അമേരിക്കയുടെ അന്നത്തെ പ്രസിഡൻറ്റ് ഫ്രാങ്ക്ലിൻ പിയേഴ്സ് ആയിരുന്നു. എന്നാൽ ചീഫ് സിയാറ്റിലിൻ്റെ ഗോത്രവർഗ്ഗക്കാർക്ക് പുറം ലോകത്തെ പറ്റിയുള്ള അറിവ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ദ ഗ്രേറ്റ് ചീഫ് ഇൻ വാഷിങ്ടൺ എന്ന് പറയുമ്പോൾ ചീഫ് സിയാറ്റിൽ ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിങ്ടണിനെയാണ്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ജോർജ് വാഷിങ്ടൺ ആയിരുന്നു അമേരിക്കയുടെ അപ്പോഴത്തെയും പ്രസിഡൻറ്റ് എന്നാണ്. വളരെ ഷാർപ്പായിട്ടുള്ളൊരു കോൺട്രാസ്റ്റ് നമുക്ക് ഈ പ്രസംഗത്തിലുടനീളം കാണാം. അതായത് റെഡ് മാൻ്റെയും വൈറ്റ് മാൻ്റെയും ഭൂമിയോടുള്ള ആറ്റിറ്റ്യൂഡ്, എർത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അത് തമ്മിലുള്ള കോൺട്രാസ്റ്റ് നമുക്ക് ഈ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. നമുക്കാദ്യം റെഡ് മാൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് ചീഫ് സിയാറ്റിൽ പറയുന്നതെന്ന് നോക്കാം. എവറി പാർട്ട് ഓഫ് ദി എർത്ത് ഈസ് സേക്രഡ് ടു ദം. ഒരു റെഡ് ഇന്ത്യക്കാരന് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും പരിപാവനമാണ്, സേക്രഡാണ്, പരിശുദ്ധമാണ്. എവറി ഷൈനിങ് പൈൻ നീഡിൽ, എല്ലാ തിളങ്ങുന്ന പൈൻ മരത്തിൻ്റെ ഇലയും, അതുപോലെ തന്നെ എവറി സാൻഡി ഷോർ, എല്ലാ മണൽ തീരങ്ങളും, മണ്ണ് നിറഞ്ഞ തീരങ്ങളും, എവറി മിസ്റ്റ് ഇൻ ദ ഡാർക്ക് വുഡ്സ്, അതുപോലെ ഇരുണ്ട കാട്ടിലെ മിസ്റ്റും മൂടൽമഞ്ഞും, എവറി ക്ലിയറിങ്, എല്ലാ തെളിഞ്ഞ പ്രദേശങ്ങളും, ആൻഡ് ഹമ്മിങ് ഇൻസെക്റ്റ്, അതുപോലെ പാട്ടുമൂളുന്ന പ്രാണികളും ഈസ് ഹോളി, ദിവ്യമാണ് അല്ലെ പരിപാവനമാണ് റെഡ് ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം. ദ സാപ്പ് വിച്ച് കോസസ് ത്രൂ ദ ട്രീസ്, മരങ്ങളിലൂടെ ഒഴുകുന്ന അല്ലെ മരത്തിൻ്റെ തടിയുടെ ഉള്ളിലൂടെ ഒഴുകുന്ന സാപ്പ്, നീര്, അത് ക്യാരി ചെയ്യുന്നു, വഹിക്കുന്നു ദ മെമ്മറീസ് ഓഫ് ദ റെഡ് മാൻ, റെഡ് ഇന്ത്യക്കാരൻ്റെ ഓർമ്മകളെ. ദി എർത്ത് ഈസ് ദി മദർ ഓഫ് ദ റെഡ് മാൻ, ഈ ഭൂമി റെഡ് ഇന്ത്യക്കാരൻ്റെ അമ്മയാണ്. ദേ ആർ പാർട്ട് ഓഫ് ദി എർത്ത് ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദം, റെഡ് ഇന്ത്യക്കാർ ഈ ഭൂമിയുടെ ഭാഗമാണ്. ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദം, ഈ ഭൂമി അവരുടെയും ഭാഗമാണ്. ദ പെർഫ്യൂംഡ് ഫ്ലവേഴ്സ് ആർ ദെയർ സിസ്റ്റേഴ്സ്, സുഗന്ധമുള്ള പൂക്കൾ അവരുടെ സഹോദരിമാരാണ്. ദ ഡിയർ, ദ ഹോഴ്സ് ആൻഡ് ദ ഗ്രേറ്റ് ഈഗിൾ, മാൻ, കുതിര, അതുപോലെ ദ ഗ്രേറ്റ് ഈഗിൾ, വലിയ പരുന്ത്, ആർ ബ്രദേഴ്സ്, ഇവരെല്ലാം തന്നെ സഹോദരന്മാരാണ്. ദ ഷൈനിങ് വാട്ടർ ദാറ്റ് മൂവ്സ് ഇൻ സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്, അരുവികളിലും അതുപോലെ നദികളിലും ഒഴുകുന്ന തിളങ്ങുന്ന വെള്ളം, ഈസ് നോട്ട് ജസ്റ്റ് വാട്ടർ, അത് വെറും വെള്ളമല്ല, ബട്ട് ദ ബ്ലഡ് ഓഫ് ദെയർ ആൻസിസ്റ്റേഴ്സ്, അവരുടെ പൂർവികരുടെ രക്തമാണ്. ഈച്ച് ഘോസ്ലി റിഫ്ലക്ഷൻ ഇൻ ദ ക്ലിയർ വാട്ടർ ഓഫ് ദ ലേക്സ്, തടാകങ്ങളുടെ തെളിഞ്ഞ വെള്ളത്തിൻ്റെ തിളക്കം, ടെൽസ് ഓഫ് ഇവൻറ്റ്സ്, സംഭവങ്ങളെപ്പറ്റിയാണ് പറയുന്നത്. ഇൻ ദ ലൈഫ് ഓഫ് ദെയർ പീപ്പിൾ, റെഡ് ഇന്ത്യക്കാരൻ്റെ ആളുകളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ വാട്ടേഴ്സ് മർമർ, വെള്ളത്തിൻ്റെ ശബ്ദം, ഈസ് ദ വോയിസ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഫാദർ, റെഡ് ഇന്ത്യക്കാരൻ്റെ അച്ഛൻ്റെ അച്ഛൻ പൂർവികരുടെ സ്വരമാണെന്ന് പറയുന്നു. ദ റിവേഴ്സ് ആർ ദെയർ ബ്രദേഴ്സ്, നദികളൊക്കെ തന്നെ അവരുടെ സഹോദരന്മാരാണ്. ദി എയർ ഈസ് പ്രഷ്യസ് ടു ദ റെഡ് മാൻ, റെഡ് ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം വായു പ്രഷ്യസ് ആണ്, അമൂല്യമാണ്. ഫോർ ഓൾ തിങ്സ് ഷെയർ ദ സെയിം ബ്രത്ത്, കാരണം എല്ലാവരും പങ്കുവെക്കുന്നത്, ഷെയർ ചെയ്യുന്നത് ഒരേ ശ്വാസം തന്നെയാണ്, ഒരേ വായു തന്നെയാണ്.
ദ ഗ്രൗണ്ട് ഈസ് ദി ആഷസ് ഓഫ് ദെയർ ഗ്രാൻഡ് ഫാദേഴ്സ്. പാദങ്ങൾക്ക് താഴെയുള്ള മണ്ണ് അവരുടെ പൂർവികരുടെ ആഷസ് ആണ്, ചാരമാണ്. ഓൾ തിങ്സ് ആർ കണക്റ്റഡ് ലൈക്ക് ദ ബ്ലഡ് വിച്ച് യുണൈറ്റ്സ് വൺ ഫാമിലി. ഒരു കുടുംബത്തിലുള്ള ആളുകൾ രക്തബന്ധത്തിനാൽ കണക്റ്റഡ് ആയിരിക്കുന്നത് പോലെ ഈ ഭൂമിയിലുള്ളവരെല്ലാം തന്നെ, ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്നു. ഇതാണ് റെഡ് ഇന്ത്യക്കാരൻ്റെ വിശ്വാസം എന്നാണ് ചീഫ് സിയാറ്റിൽ പറയുന്നത്. ഇനി വൈറ്റ് മാൻ്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റി അദ്ദേഹം പറയുന്നത് നമുക്ക് നോക്കാം. വൺ പോർഷൻ ഓഫ് ലാൻഡ് ഈസ് ദ സെയിം ടു ഹിം ആസ് ദ നെക്സ്റ്റ്. ഭൂമിയുടെ ഒരു ഭാഗം മറ്റൊരു ഭാഗം പോലെ തന്നെയാണ് വെള്ളക്കാരന്, വൈറ്റ് മാന്. ഹീ ഈസ് എ സ്ട്രെയിഞ്ചർ ഹു കംസ് ഇൻ ദ നൈറ്റ് ആൻഡ് ടേക്സ് ഫ്രം ദ ലാൻഡ് വാട്ട് എവർ ഹീ നീഡ്സ്. അവനൊരു സ്ട്രെയിഞ്ചറാണ്, ഒരു അപരിചിതനെ പോലെയാണ്. ഹു കംസ് ഇൻ ദ നൈറ്റ്, രാത്രിയിൽ വരുന്ന അപരിചിതൻ. രാത്രിയിൽ വരുന്നത് മോഷ്ടാക്കളാണെന്ന് നമുക്കറിയാം. ആൻഡ് ടേക്സ് ഫ്രം ദ ലാൻഡ്, ഭൂമിയിൽ നിന്നും അവൻ എടുത്തുകൊണ്ട് പോകുന്നു. വാട്ട് എവർ ഹീ നീഡ്സ്, അവൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ. ദി എർത്ത് ഈസ് നോട്ട് ഹിസ് ബ്രദർ ബട്ട് എനിമി. ഈ ഭൂമി അവൻ്റെ സഹോദരനല്ല, പിന്നെ ആരാണ്? എനിമിയാണ്, ശത്രുവാണ്. ഹീ ലീവ്സ് ഹിസ് ഫാദേഴ്സ് ഗ്രേവ്സ് ബിഹൈൻഡ്. അവൻ സ്വന്തം അച്ഛൻ്റെ കുഴിമാടം പോലും പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നു. ഹീ കിഡ്നാപ്സ് ദി എർത്ത് ഫ്രം ഹിസ് ചിൽഡ്രൻ. അവൻ തട്ടിയെടുക്കുന്നു ദി എർത്ത്, ഭൂമിയെ, ഫ്രം ഹിസ് ചിൽഡ്രൻ, തൻ്റെ മക്കളിൽ നിന്നും. ഹി ട്രീറ്റ്സ് ഹിസ് മദർ ദി എർത്ത്. അവൻ സ്വന്തം അമ്മയായ ഭൂമിയെ ട്രീറ്റ് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് ആസ് എ തിങ് ടു ബി ബോട്ട്, പ്ലൻഡേർഡ്, സോൾഡ്. ഒരു വസ്തുവായിട്ടാണ്. ടു ബി ബോട്ട്, വാങ്ങാനുള്ള വസ്തു. പ്ലൻഡേർഡ്, അതുപോലെ കൊള്ളയടിക്കാനുള്ള വസ്തു. സോൾഡ്, വിൽക്കാനുള്ള വസ്തു. ലൈക്ക് ഷീപ്പ് ഓർ ബ്രൈറ്റ് ബീഡ്സ്, ആടുകളെപ്പോലെ അല്ലെങ്കിൽ തിളക്കമുള്ള മുത്തുകളെപ്പോലെ ഒരു വിൽപ്പന വസ്തുവായിട്ട് മാത്രമാണ് ഭൂമിയെയും കണക്കാക്കുന്നത്. ഹിസ് അപ്പറ്റൈറ്റ് വിൽ ഡെവർ ദി എർത്ത്. അവൻ്റെ അപ്പറ്റൈറ്റ്, ആർത്തി, വിൽ ഡെവർ ദി എർത്ത്, ഈ ഭൂമിയെ വിഴുങ്ങും. ആൻഡ് ലീവ് ബിഹൈൻഡ് ഓൺലി എ ഡെസേർട്ട്. പിന്നീട് ഇവിടെ അവശേഷിക്കുക ഒരു മരുഭൂമി മാത്രമായിരിക്കും. അപ്പോൾ ഇതാണ് ചീഫ് സിയാറ്റിൽ വെള്ളക്കാരൻ്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയുന്നത്. ഈ പ്രസംഗത്തിൽ പലയിടങ്ങളിലും നമുക്കൊരു ഐറണി കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ഐറണി? പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് അർത്ഥമായിരിക്കും ഉദ്ദേശിക്കുന്നത്. ചീഫ് സിയാറ്റിൽ പറയുന്നത്, ഐ ആം എ റെഡ് മാൻ, ഐ ആം എ സാവേജ് ആൻഡ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഞാനൊരു റെഡ് മാനാണ്, ഞാനൊരു സാവേജാണ്, ഒരു കാട്ടാളനാണ്. ആൻഡ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്, അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാകില്ല എന്നാണ്. വെള്ളക്കാരൻ്റെ ആറ്റിറ്റ്യൂഡിനെ, വൈറ്റ് മാൻ്റെ ആറ്റിറ്റ്യൂഡിനെ അദ്ദേഹം പരിഹസിക്കുകയാണ് ഇവിടെ. ശരിക്കും മനുഷ്യന് ഭൂമിയുമായും മറ്റ് ജീവജാലങ്ങളുമായും ഉള്ള ബന്ധം കൃത്യമായി തിരിച്ചറിയുന്നതും അതനുസരിച്ച് ജീവിക്കുന്നതും റെഡ് ഇന്ത്യക്കാരാണ്, വെള്ളക്കാരല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രയോഗം കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ ഐറണിയുടെ ഉദാഹരണമാണ് എന്ന് നമുക്ക് പറയാം. ഇത്രയുമാണ് ചീഫ് സിയാറ്റിൻ്റെ സ്പീച്ചുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുവാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.